കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലേക്ക് വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിക്കും ചെയ്യാം. അതേപോലെ ഗരുഡനും അതേപോലെ കുചേലിനെയൊക്കെ കണ്ടു തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ടു തൊഴാം. അതിനുശേഷം അനന്തപത്മനാഭൻ്റെ അനന്തശയനം കാണാം. അത് കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അതിനകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ടു തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കും കാണാം. വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിറച്ചും വിഗ്രഹമായിട്ട് നോക്കുമ്പോൾ അടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ മത്സ്യത്തിനെയാണ് കാണുന്നത്. മത്സ്യത്തിൻ്റെ വാലിങ്ങനെ മുകളിലേക്ക് വാലായിട്ട് ഇങ്ങനെ പിന്നെ അരയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് മത്സ്യാവതാരമൂർത്തിയാണ് കേട്ടോ. അപ്പോൾ അരയുടെ മുകളിൽ നോക്കുമ്പോൾ അരയിലെ മനുഷ്യൻ്റെ, അതായത് മഹാപ്രഭുവിൻ്റെ, അപ്പോൾ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ മാറത്ത് ഒരു 5 ഗോപീതിലകം കൊണ്ടൊരു മാല, അതേപോലെ മാല പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ 4 തൃക്കൈകളുണ്ട്. അതിൽ ശംഖ് ചക്രം കൊടുത്തിട്ടുണ്ട്. ഒരു കൈ അഭയാസ്തമായിട്ടും ഒരു കൈ അനുഗ്രഹത്തിൻ്റെയും ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ 4 തൃക്കൈകളോടും കൂടി മത്സ്യാവതാരമൂർത്തിയായിട്ട് മഹാപ്രഭുവായിട്ട് അങ്ങനെ ശ്രീലകത്ത് നിൽക്കുകയാണ് ഭഗവാൻ. അതേപോലെ കളഭം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നീട് 2 തിരുമുടിമാലുണ്ട്. അത് തെച്ചിപ്പൂവ് കൂടുതലും തുളസിയും വെളുത്ത പൂവായിട്ട്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവ് ഏകദേശം സമമായിട്ട്. അതേപോലെ 2 ഉണ്ടമാലയിലും 1 തെച്ചിപ്പൂവ് കൂടുതലും പിന്നെ തുളസിയായിട്ടുള്ളത്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും. അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എന്നിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ ഗുരുവായൂരപ്പനെ മനസ്സിലേക്ക് നന്നായിട്ട് വിളിച്ച് ആവാഹിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അവിടെ പോയി തൊഴുന്നതിനേക്കാട്ടിലും ഉപരിയായിട്ടുള്ള ആ ഒരു ദർശന സൗഭാഗ്യമാവും. അപ്പോൾ എങ്ങനെയായാലും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് തൊഴുതിറങ്ങുക. അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ ഗണേശനെ കാണാനായിട്ട് പോവാം. ഗണേശൻ്റെ അടുത്തെത്തിയ ഗണേശനെ കാണുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ദേവിയുടെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തി അവിടുന്ന് അർച്ചനപ്രസാദം വാങ്ങാം. വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം മാലകളുണ്ട്. താമരമാലകളുണ്ട്, ചെണ്ടുമല്ലിമാല വെച്ചിട്ടുണ്ട്, അതേപോലെ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ടു തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നേരെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മരുടെ ശരശയ്യൊക്കെ കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴുത് മുരുകനെയും കണ്ടു തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് കുങ്കുമമുണ്ട് ധാരാളം, അതേപോലെ മാലകളുണ്ട്. ഒരു ലിഖിതമാലയും ചാർത്തിയിട്ടുണ്ട്, വെറ്റിലമാലയും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്.
ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് മണിക്കിണറും കണ്ട് തൊഴാം. പിന്നീട് കിഴക്ക് വശത്തേക്ക് തന്നെ മുകളിലേക്ക് നോക്കിയ കൊടിമരം ഇങ്ങനെ കണ്ടു തൊഴാം. അതിനുശേഷം അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവർ ഉണ്ണീനായിട്ട് ഇങ്ങനെ പോകുന്ന അനന്തൻ്റെ കാവലിൽ പോകുന്ന മഴയത്ത് പോകുന്ന ആ ഒരു കാഴ്ചയും കണ്ട് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരകത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. നമ്മുടെ അവിടെ എത്തുമ്പോൾ ഗോളകയാണ്, പിന്നെ പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്. തെച്ചിയുടെ മാലയുണ്ട്, തുളസിയുടെ മാലയുണ്ട്, പിന്നെ അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. പ്രാർത്ഥിക്കാം നമുക്ക്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുതാ നേരെ അങ്ങനെ പോകുന്ന ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാര മൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴാം, നമസ്കരിക്കാം. അത് കഴിഞ്ഞ് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. ആ കിടാവിളക്ക് കണ്ട. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ വന്ന പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിലെത്തി അവിടെ തൊഴുത് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് നേരെ തെക്കേ നടയിൽ വന്നിട്ട് കൂവളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.